ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. നിശേഷഹരണം, ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി. എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്പർ 1, 2 കൊണ്ടുള്ള നിശേഷഹരണം. 2 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയുടെ അവസാന അക്കം 0-ഓ ഇരട്ട സംഖ്യയോ ആണെങ്കിൽ ഈ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം 12. 12ൻ്റെ അവസാനത്തെ അക്കം ഇരട്ട സംഖ്യയാണ്. 86, 6 ഇരട്ട സംഖ്യയാണ്. 630 അവസാനത്തെ അക്കം 0-ആണ് എങ്കിൽ ഈ സംഖ്യയെല്ലാം 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 3 കൊണ്ടുള്ള നിശേഷഹരണം. 3 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3-ഓ 3ൻ്റെ ഗുണിതമോ ആണെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം 345. അക്കങ്ങളുടെ തുക 3 + 4 + 5 = 12. 12 3ൻ്റെ ഗുണിതമാണ്. അതിനാൽ 345നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 4 കൊണ്ടുള്ള നിശേഷഹരണം. 4 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയിലെ അവസാന 2 അക്കങ്ങൾ 4ൻ്റെ ഗുണിതമോ അല്ലെങ്കിൽ 0-ഓ ആയിരുന്നാൽ ആ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം 7532. അവസാന 2 അക്കം 32 എന്നത് 4ൻ്റെ ഗുണിതമാണ്. അവസാന 2 അക്കം 32 എന്നത് 4ൻ്റെ ഗുണിതമായതുകൊണ്ട് 7532നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. 5 കൊണ്ടുള്ള നിശേഷഹരണം. 5 കൊണ്ടുള്ള നിശേഷഹരണം. ഒരു സംഖ്യയുടെ അവസാന അക്കം 0-ഓ 5-ഓ വന്നാൽ ആ സംഖ്യയെ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം 350. 350ൽ അവസാന അക്കം 0 ആയതിനാൽ ആ സംഖ്യയെ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. 165. അവസാന അക്കം 5 ആയതിനാൽ 165നെ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ 2ാം ഭാഗം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.